الصلاة والسلام على من لا نبي بعد. صحيح ترغيب وترهيب الكتاب الصلاة ഫജർ മഗ്രിബ് പോലുള്ള നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന അദ്കാറുകളുമായി ബന്ധപ്പെട്ട ഫസ്ലിലെ അടുത്ത ഹദീസ്. وعن معاذ بن جبل رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قال حين ينصرف من صلاة الغداة لا إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير 10 مرات. ആരെങ്കിലും സലാത്തുൽ ഖദാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഫജ്ർ നിസ്കാരമാണ്. ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ 10 തവണ പറയുകയാണെങ്കിൽ ഉഅതിയ ബിഹിന്ന സബ്അൻ, ആ 10 തവണ പറയുന്നത് കൊണ്ട് 7 കാര്യങ്ങൾ അവന് നേടും. 7 കാര്യങ്ങൾ അവന് ലഭിക്കും. ഒന്നാമത്തേത് കതബല്ലാഹു ലഹു ബിഹിന്ന 10 ഹസനാത്ത്, അവൻ അല്ലാഹു തആല 10 നന്മകൾ രേഖപ്പെടുത്തും. രണ്ടാമത്തേത് വമഹാ അൻഹു ബിഹിന്ന 10 സയ്യിആത്ത്, അവന്റെ 10 പാപങ്ങൾ മായ്ച്ചു കളയും. മൂന്നാമത്തേത് വറഫഅ ലഹു ബിഹിന്ന 10 ദറജാത്ത്, അവന് ഈ പറഞ്ഞത് കാരണത്താൽ 10 ദർജകൾ അവന് വേണ്ടി ഉയർത്തും. വകുന്ന ലഹു ഇദ്ല 10 നസമാത്ത്, അതുപോലെ തന്നെ 10 അടിമകളെ മോചിപ്പിച്ചതിന് അത് പകരമാകും, അതുപോലെയാകും. വകുന്ന ലഹു ഹിഫ്ള മിനശ് ശൈത്താൻ, പിശാചിൽ നിന്നുള്ള സംരക്ഷണമാകും ഈ കലിമത്തുകൾ. വഹിർസൻ മിനൽ മക്രൂഹ്, അതുപോലെ അവന് ഇഷ്ടമില്ലാത്ത അവന് വെറുക്കുന്ന മുസീബത്തുകൾ, അതിൽ നിന്നെല്ലാമുള്ള ഒരു സംരക്ഷണമാകും. വലം യുൽഹിഖ് ഫി ദാലിക അൽയൗമ ദംബുൻ ഇല്ല ശിർകു ബില്ലാഹ്, ആ ദിവസം അവൻ എന്തെങ്കിലും പാപം സംഭവിച്ചു പോയാൽ തന്നെ അതിന്റെ അനന്തര ഫലങ്ങൾ അവനിലേക്ക് എത്തില്ല, അതിൽ നിന്നും ഒഴിവാകും, ഷിർക്ക് ഒഴികെ. ഷിർക്ക് സംഭവിച്ചാൽ പിന്നെ വേറൊരു അമലും അവന് ഉപകരിക്കുകയില്ല. ومن قالهن حين ينصرف من صلاة المغرب أعطي مثل ذلك ليلته, ഇനി മഗ്രിബിന് ശേഷമാണ് ഇത് പറയുന്നത് എങ്കിൽ ആ രാത്രിയിൽ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ അവനുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോ വെറുതെ അശ്രദ്ധമായി കളയാൻ പാടില്ലാത്ത ഗൗരവത്തിലുള്ള ഒരു ദിക്റാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത് ഈ നിസ്കാരങ്ങൾക്ക് ശേഷം അഥവാ ഫജറിന്റെയും മഗ്രിബിന്റെയും ശേഷം 10 തവണ പറയുക എന്നുള്ളത്. وعن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قال دبر صلاة الغداة لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير 100 مرة. ആരെങ്കിലും ഫജർ നിസ്കാരത്തിന് ശേഷം 100 തവണ ഈ കലിമത്ത് പറയുകയാണ്, ഈ ദിക്ർ പറയുകയാണെങ്കിൽ, ഇതിൽ യുഹീ വ യുമീത്ത് എന്ന് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഖബല അൻ യസ്നിയ റിജ്ലൈഹി, അവൻ നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട്, അവന്റെ ഇരുത്തം മാറ്റുന്നതിന് മുമ്പായിട്ട്. കാന യൗമഇദിൻ മിൻ അഫ്ളലി അഹ്ലിൽ അർളി അമല, അവൻ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ള അമൽ ചെയ്തവനാണ്. ഇല്ലാ മൻ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലാ മാ ഖാല, ഏതൊരുവൻ ഒഴികെ, അവൻ വേറൊരാൾ ഇവൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും അതുപോലെ, അതല്ലെങ്കിൽ അധികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന്. അതിനെ 2 രീതിയിലാണ് ഉലമാക്കൾ വിശദീകരിച്ചത്. ഒന്ന്, ഈ ദിക്ർ തന്നെ 100 എണ്ണത്തിനേക്കാൾ കൂടുതൽ ചൊല്ലിയവൻ, അതല്ലെങ്കിൽ ഈ ദിക്ർ 100 എണ്ണമാണ് ചൊല്ലിയിട്ടുള്ളത് എന്നാൽ അതിനപ്പുറത്തേക്ക് തസ്ബീഹും തഹ്ലീലും അതുപോലെ വർദ്ധിപ്പിച്ചവൻ, അവനൊഴികെ ബാക്കിയുള്ള ആളുകളെക്കാളെല്ലാം ഭൂമിയിൽ ഏറ്റവും നല്ല അഫ്ളലായിട്ടുള്ള അമൽ ചെയ്തവൻ ഈ വ്യക്തിയാണ് എന്ന് പറയുകയാണ്. അതായത് 100 തവണ ഈ ദിക്ർ ചൊല്ലൽ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ കുല്ലി ഷൈഇൻ ഖദീർ ഉള്ളത് യുഹീ വ യുമീതു എന്ന് ചേർത്തിട്ടുള്ളത് 100 തവണ ചൊല്ലുന്നത് ഈ ഒരു ഫളലിനെ അറിയിക്കുന്നതാണ്. ഇത് തന്നെ രാവിലെയും വൈകുന്നേരത്തിന്റെ അദ്കാറിന്റെ കൂട്ടത്തിലും നമുക്ക് കാണാം, വേറെയും ഒരുപാട് മഹത്വമുള്ളതായിട്ടുള്ളത്. ഇതിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രം പറയുന്നത് മാത്രം. وعن عبد الرحمن بن غنم عن النبي صلى الله عليه وسلم قال من قال قبل أن ينصرف ويثني رجليه من صلاة المغرب والصبح, ഫജ്ർ നിസ്കാരത്തിനും മഗ്രിബ് നിസ്കാരത്തിനും ശേഷം അവൻ അത് പിരിഞ്ഞ് നിസ്കരിക്കുക സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി പറയുകയാണ്,
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ദിക്ർ 10 മറാത്ത് യുഹ്യി വയുമീത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 10 തവണ പറയുകയാണെങ്കിൽ കതബല്ലാഹു ലഹു ബികുല്ലി വാഹിദത്തിൻ 10 ഹസനാത്ത്, അവൻ ഓരോന്നുകൊണ്ടും അവന് 10 നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തും. വമഹാ അൻഹു 10 സയ്യിആത്ത്, 10 പാപങ്ങൾ മായ്ക്കും. വറഫഅ ലഹു 10 ദറജാത്ത്, 10 ദർജകൾ ഉയർത്തും. വകാനത് ഹിർസൻ മിൻ കുല്ലി മക്റൂഹ്, അവന് വെറുക്കുന്ന എല്ലാ കാര്യത്തിനും സംരക്ഷണമായിരിക്കും. വഹിർസൻ മിനശ് ശൈത്താനിർ റജീം, പിശാചിൽ നിന്നുള്ള സംരക്ഷണമായിരിക്കും. വലം യഹില്ല ലിദംബിൻ അൻ യുദ്രികഹു ഇല്ല ശിർക്ക്, പാപങ്ങളുടെ അനന്തരഫലം അവന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടായില്ല, ശിർക്ക് ഒഴികെ. വകാന മിൻ അഫ്ളലിൻ നാസി അമല, അവൻ ജനങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള കർമ്മം ചെയ്തവനാണ്. ഇല്ല റജുലൻ യഫ്ളുലുഹു വയഖൂലു അഫ്ളല മിമ്മാ ഖാല, അല്ലെങ്കിൽ ഇവനേക്കാൾ നല്ലത് പറഞ്ഞവനോ ചെയ്തവനോ ഒഴികെ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ ദിക്ർ ഇത്ര എണ്ണത്തിൽ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ധാരാളം ദിക്കുകൾ വർദ്ധിപ്പിച്ചവനൊഴികെ അവനാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള അമല് ചെയ്തവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഫസ്ലില് പറയുന്നത് ഫജറിന്റെയും മഗ്രിബിന്റെയും ശേഷം 10 തവണ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വരെ എന്നുള്ളത് പറയുന്നതിന്റെ ഫളിലാണ്. അതിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞ ആ 7 കാര്യങ്ങളാണ് അതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഫജറിന് ശേഷം രാവിലത്തെ അദ്കാറുകളിൽ 100 തവണയായിട്ടും വന്നിട്ടുണ്ട്. അതും വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അഫ്ളലു അഹ്ലിൽ അർളി അമല എന്ന് പറഞ്ഞത്, അഥവാ ഭൂമിയിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള അമലായിക്കൊണ്ട് അവൻ ചെയ്യുന്ന കാര്യമാണത്. ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അത് പകർത്താൻ, മരണം വരെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.